ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഫോം 17C, കാർമൻ ലൈൻ, ക്രിട്ടിക്കൽ മിനറൽസ്, ബിംസ്റ്റെക്, അതുപോലെ പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ബാൾട്ടിക് സീ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോം 17Cയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫോം 17C എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യയിൽ ലോക്സഭാ ഇലക്ഷൻ തുടങ്ങിയത് തൊട്ടേ സ്ഥിരമായിട്ട് ഇപ്പോൾ ന്യൂസുകളിൽ വരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഇന്ത്യയിൽ വോട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വോട്ടിങ്ങിൻ്റെ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നൊരു ഫോമാണ് ഈ ഫോം 17C എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഘട്ടങ്ങളിലുള്ള പോളിംഗുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അബ്സല്യൂട്ട് നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യാത്തതിനെതിരായിട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ADR എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്ത് അതിൻ്റെ വാദം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ ഫോം 17C ഇലക്ഷൻ ഏജന്റ്, പോൾ ഏജന്റുമാരല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് ലീഗൽ മാൻഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 5 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഫോം 17Cയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോം 17C എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് 1961 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ആ റൂളിനകത്ത് ഈ ഇലക്ഷൻസിന് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് റെക്കോർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ആ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2 ഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഫോം 17A ആണ്, രണ്ടാമത്തത് ഫോം 17C ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഫോം 17A എന്ന് പറയുന്നത് ബേസിക്കലി ഈ വോട്ടേഴ്സിൻ്റെ ഒരു രജിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ഇലക്ഷൻ്റെ സമയത്ത് പോളിംഗ് ബൂത്തിൽ പോയിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത്, ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ഒരു രജിസ്റ്ററിനകത്ത് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ബേസിക്കലി ഫോം 17A എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഓരോ വോട്ടേഴ്സിൻ്റെയും, അതായത് പോളിംഗ് ബൂത്തിൽ വരുന്ന ഓരോ വോട്ടേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ഈ പോളിംഗ് ഒഫീഷ്യൽ രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ രജിസ്റ്ററിലാണ് ഈ സാധാരണഗതിയിൽ വോട്ടേഴ്സ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോം 17C എന്ന് പറയുന്നത് ഒരു ബൂത്തിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ബൂത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളുടെ നമ്പർ റെക്കോർഡ് ചെയ്യുന്ന ഫോമാണ് ഫോം 17C എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ബൂത്തിലെ പോളിംഗ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഓരോ ബൂത്തിനകത്തും ഒരു പോളിംഗ് ഏജന്റ് ഉണ്ടാവും, അതായത് സ്ഥാനാർത്ഥികളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോളിംഗ് ഏജന്റ് ഉണ്ടാവും. അവർക്ക് ഇതിൻ്റെ ഒരു കോപ്പി ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഒരു പോളിംഗ് ബൂത്തിൽ എത്ര ആളുകൾ വന്നിട്ടുണ്ട്, എത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവുക ഈ ഫോം 17Cക്കകത്താണ്. അപ്പോൾ പിന്നീട് ഇലക്ഷൻ കഴിഞ്ഞ് ഈ വോട്ടൊക്കെ എണ്ണുന്ന സമയത്ത് EVM ടാമ്പറിംഗ് ഒക്കെ പോലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ ഈ EVMൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടുകളുടെ എണ്ണവും ഈ 17Cയിലുള്ള വോട്ടുകളുടെ എണ്ണവും കമ്പയർ ചെയ്തിട്ട് അതിനകത്ത് ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ഈ ഫോം 17C എന്ന് പറയുന്നത്. ഇനി ഈ ഫോം 17Cക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ആ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വോട്ട് എണ്ണുന്ന സമയത്താണ് ഫില്ലപ്പ് ചെയ്യുക. അതായത് ബേസിക്കലി ഈ വോട്ടുകൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ കൗണ്ടിങ് ഡേയിൽ കൗണ്ട് ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ എണ്ണമാണ് ഈ പാർട്ട് 2 റെക്കോർഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അത് സാധാരണഗതിയിൽ ഈ കൗണ്ടിങ് സൂപ്പർവൈസറാണ് ഈ പറയുന്ന ഫോം 17Cയുടെ പാർട്ട് 2 സർട്ടിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ കാൻഡിഡേറ്റ്സും അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഇതിനകത്ത് കൗണ്ടർ സൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോം 17Cക്കകത്തുള്ള ഡാറ്റ അതുകൊണ്ട് തന്നെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പോളിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫൈനൽ ഡാറ്റയായിട്ട് കണക്കാക്കുന്നത് ഈ ഫോം 17Cയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൗണ്ടിങ് ഡേയുടെ അന്ന് ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ റിസൾട്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതും ഈ ഫോം 17Cയിലുള്ള ഡാറ്റയാണ്. കാരണം അതാണ് ഫൈനൽ ഡാറ്റ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടൊരു ഡിസ്പ്യൂട്ട് വന്നതിൻ്റെ പേരിൽ ഒരു ഇലക്ഷൻ പെറ്റീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പെറ്റീഷൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറുന്നത് ഈ ഫോം 17C ആണ്. അപ്പോൾ ഈ ഇന്ത്യയിലെ ഇലക്ഷൻസിനകത്ത് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫോം 17Cക്കകത്ത് പറഞ്ഞിട്ടുള്ള ഡാറ്റ പബ്ലിഷ് ചെയ്യണം എന്ന് ഈ ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അത് പബ്ലിക് ആക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതങ്ങനെ പബ്ലിക് ആക്കേണ്ട ആവശ്യകത നിലവിലെ നിയമപ്രകാരം ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കാർമൻ ലൈൻ ആണ്. ഈ കാർമൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും ഔട്ടർ സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ലൈനാണ്
കാർമൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോപി തോട്ടക്കുറ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ടൂറിസം കമ്പനി ഉണ്ട്, ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. ആ ജെഫ് ബസോസിന്റെ കമ്പനിയാണ്. ആ ബ്ലൂ ഒറിജിനിൽ ഈ ഒരു സ്പേസ് ജേണി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 14 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ സ്പേസ് ടൂറിസത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ കാർമൻ ലൈനിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. അപ്പോൾ ഈ കാർമൻ ലൈൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെയും ഔട്ടർ സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ലൈനാണ് കാർമൻ ലൈൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു ഇമാജിനറി ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഭൂമിയുടെ പല മേഖലകളിലും ഈ കാർമൻ ലൈനിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ എത്ര ആൾട്ടിറ്റ്യൂഡിലാണ് കാർമൻ ലൈൻ എന്നുള്ളതിനുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ മീൻ സീ ലെവലിൽ നിന്ന് ഒരു 80 തൊട്ട് 100 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്തിനെയാണ് കാർമൻ ലൈൻ എന്ന് വിളിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കുറച്ചും കൂടി നമുക്ക് കണക്കിലാക്കാൻ പറ്റുന്നൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു FAI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഫെഡറേഷൻ എയറോനോട്ടിക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ ഈ എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സ്പേസിലുള്ള ആക്ടിവിറ്റീസ്, ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് സൂക്ഷിക്കുന്ന ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് FAI എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അവർ പറയുന്നതാണ് ഒരു ഫൈനൽ വേർഡായിട്ട് പലപ്പോഴും കണക്കാക്കാറുള്ളത്. അപ്പോൾ ഈ FAIയുടെ ഡെഫിനേഷൻ അനുസരിച്ച് കാർമൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ മീൻ സീ ലെവലിൽ നിന്ന്, അതായത് സീ ലെവലിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരികയാണെങ്കിൽ ജസ്റ്റ് ഈ FAIയുടെ ഈ ഒരു റെക്കോർഡ് ഒന്ന്, അവരുടെ ഒരു അഭിപ്രായം എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ കാർമൻ ലൈൻ ഈ പേര് വരാനുള്ള കാരണം, ഈ കാർമൻ ലൈനിനെ ആദ്യമായിട്ട് ഇതിനെ കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ഹംഗേറിയൻ അമേരിക്കൻ എഞ്ചിനീയറും അതുപോലെ തന്നെ ഫിസിസിസ്റ്റും ആയിട്ടുള്ള തിയഡോർ വോൺ കാർമൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോക്കറ്റ് സയൻസ് ലബോറട്ടറിയാണ് ഇപ്പോൾ നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോക്കറ്റ് ലബോറട്ടറി ആയിട്ടുള്ള അവരുടെ ഒരു ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി അല്ലെങ്കിൽ JPL ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കാർമൻ ലൈൻ അറിയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ക്രിട്ടിക്കൽ മിനറൽസ് ആണ്. സോ നമ്മൾ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ചില നിക്കൽ, കോബാൾട്ടിൻ്റെ ഒക്കെ പോലത്തെ അല്ലെങ്കിൽ ലിത്തിയം പോലുള്ള ചില മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത്, അത് മൈൻ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് ക്രിട്ടിക്കൽ റിസർവിൻ്റെ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ബെനിഫിറ്റ്, അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ബെനിഫിറ്റ് ഇന്ത്യക്ക് കിട്ടിത്തുടങ്ങുമ്പോഴേക്കും 2031 ആകും എന്നുള്ളൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഹിന്ദുവിനകത്ത് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇന്ത്യയിൽ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള 30ഓളം മിനറൽസ് ഉണ്ട്. അതിനകത്ത് ഏകദേശം 15ഓളം മിനറൽസിന് ഇപ്പോഴും നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള സപ്ലൈസിനെയാണ്. അതിൽ ഏറ്റവും അധികം ഈ ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ലോകത്തിലുടനീളം ഉള്ള ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ സപ്ലൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. ലോകത്തിലുടനീളമുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ഒരു 65 to 100% സപ്ലൈനെയും കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവരെ നമ്മൾ ഈ ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സെക്യൂരിറ്റി കൺസേൺസ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ റയർ എർത്ത് മിനറൽസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലുടനീളം റയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മിനറൽസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ കേസിൽ ഇത് ഓരോരോ കൺട്രി വൈസ് മാറിക്കൊണ്ടിരിക്കും ഏതൊക്കെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് എന്നുള്ളത്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിനും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പക്ഷെ അതേസമയം വളരെ ലിമിറ്റഡ് അവൈലബിലിറ്റി ഉള്ള അല്ലെങ്കിൽ പലപ്പോഴും ലോകത്തിലെ ഏതെങ്കിലും ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, അതായത് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ സപ്ലൈ മുടങ്ങാൻ, ഡിസ്റപ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഇത്തരത്തിലുള്ള മിനറൽസിനെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കീ വേർഡ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും നാഷണൽ സെക്യൂരിറ്റിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ആണ് ക്രിട്ടിക്കൽ മിനറൽസ്. അപ്പോൾ ഇത്തരത്തിൽ ക്രിട്ടിക്കൽ മിനറൽസിനെ എല്ലാ രാജ്യങ്ങളും ക്ലാസിഫൈ ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ US, ജപ്പാൻ, UK, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഇപ്പോൾ 2023 തൊട്ട് ഇന്ത്യ,
ഈ രാജ്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കൺട്രി ബേസിസിൽ മാറുന്നു മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നൊരു സാധനം ചിലപ്പോൾ US-ന്റെ കേസിൽ ഒരു ക്രിട്ടിക്കൽ മിനറൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഏതാണോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക. പക്ഷെ ലോകത്തിലുടനീളം ഈ ക്രിട്ടിക്കൽ മിനറൽസിനുള്ള മറ്റൊരു കോമണാലിറ്റി എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഇതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ ഇതിൻ്റെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. പലപ്പോഴും ഇത് ചില ജിയോഗ്രഫിക്കൽ റീജിയനിൽ മാത്രം ഇതിൻ്റെ പ്രൊഡക്ഷൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ഒരു മിനറലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും നാഷണൽ സെക്യൂരിറ്റിക്കും എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കൊണ്ടിരിക്കും. ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ മാറുന്നതനുസരിച്ച് നാഷണൽ പ്രയോറിറ്റീസ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, മാർക്കറ്റ് ഡൈനാമിക്സ്, ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ക്രിട്ടിക്കൽ മിനറൽസിനകത്ത് മാറ്റം വരാം എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയിൽ ഈ ക്രിട്ടിക്കൽ മിനറൽസിനെയും സ്ട്രാറ്റജിക് മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ കീഴിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു 30 ക്രിട്ടിക്കൽ മിനറൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 30 ക്രിട്ടിക്കൽ മിനറൽസിനകത്ത് ഈ ആൻറ്റിമണി, ലിത്തിയം, ടൈറ്റാനിയം, കോപ്പർ ഒക്കെ പോലുള്ള 30ഓളം മിനറൽസ് ഉൾപ്പെടുന്നതാണ് ഈ 30 ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഈ എക്സ്പേർട്ട് കമ്മിറ്റി അന്ന് മറ്റൊരു കാര്യം കൂടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ മിനറൽസ് എല്ലാ കാലത്തും സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കില്ല, ഇതിനകത്ത് മാറ്റം വരാം. അപ്പോൾ ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ ഈ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസി അതുമല്ലെങ്കിൽ സ്ട്രാറ്റജി ഫോർമുലേഷന് വേണ്ടിയിട്ടും ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ CECM എന്ന് പറയുന്ന ഒരു ബോർഡിനെ മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ കീഴിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യയിൽ ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജി ഫോർമുലേഷൻ അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ഈ ലിസ്റ്റിനകത്തുള്ള പീരിയോഡിക്കലായിട്ടുള്ള അപ്ഡേഷൻസ് ഇതൊക്കെ നടത്തുന്നത് ഈ സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് ആയിരിക്കും. ഇനി ഇത് കൂടാതെ അന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യയിൽ ഒരു 12 മിനറൽസിനെ സ്ട്രാറ്റജിക് മിനറൽസ് ആയിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സ്ട്രാറ്റജിക് മിനറൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ക്രിട്ടിക്കൽ മിനറൽസിന് സിമിലർ ആണ്. പക്ഷേ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസിനെയാണ് സ്ട്രാറ്റജിക് മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിൽ നിന്ന് ഡിഫറൻ്റ് ആണ് സ്ട്രാറ്റജിക് മിനറൽസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഈ സ്ട്രാറ്റജിക് മിനറൽസും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസും ഒക്കെ ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഈ എക്സ്പേർട്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ 12 സ്ട്രാറ്റജിക് മിനറൽസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 12 സ്ട്രാറ്റജിക് മിനറൽസ് എന്ന് പറയുന്നത് ഈ ടിന്ന്, കോബാൾട്ട്, ലിത്തിയം, ജെർമേനിയം, ഗാലിയം, ഇൻഡിയം, നിയോബിയം ഒക്കെയുള്ള മിനറൽസ് ഉൾപ്പെടുന്നതാണ് ഈ 12 സ്ട്രാറ്റജിക് മിനറൽസ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബിംസ്റ്റെക് ആണ്, അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന് പറയുന്ന റീജിയണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ ബിംസ്റ്റെക്കിൻ്റെ ഒരു ലീഡേഴ്സ് സമ്മിറ്റ് 2022 ശ്രീലങ്കയിൽ വെച്ച് വെർച്വലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിംസ്റ്റെക്കിൻ്റെ ഒരു ചാർട്ടർ ഇവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടർ ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സംഘടനയുടെ ചാർട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ ഭരണഘടന പോലെയാണ് ഒരു സംഘടനയുടെ ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർട്ടർ നിലവിൽ വന്നതോടുകൂടി ബിംസ്റ്റെക്ക് ഒരു ലീഗൽ പേഴ്സണാലിറ്റി സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ രാജ്യങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ മെമ്പേഴ്സിനെ ബിംസ്റ്റെക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒബ്സർവേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും ഇനി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിൻ്റെ പേജ് 14-നകത്തൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിംസ്റ്റെക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിംസ്റ്റെക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. ഇത് ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ ഉൾക്കടൽ റീജിയനിലുള്ള 7 രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഇത് 1997 ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ 97 ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ബിസ്റ്റ് ഈസി എന്നാണ്. അതായത് ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് 1997 അവസാനത്തിൽ ഡിസംബറിൽ മ്യാൻമാറും കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ അതോടുകൂടിയിട്ട് ഇത് ബിംസ്റ്റെക് എന്നറിയപ്പെടാൻ തുടങ്ങി. പക്ഷേ അന്ന് ബിംസ്റ്റെക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ഇന്ത്യ, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്നാണ്. പിന്നീട് 2004 നേപ്പാളും ഭൂട്ടാനും കൂടി ഇതിനകത്ത് ജോയിൻ ചെയ്തതോട് കൂടിയിട്ടാണ് ഇതിനെ ബിംസ്റ്റെക് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ബിംസ്റ്റെക്കിൻ്റെ നിലവിലുള്ള പെർമനന്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ധാക്കയാണ്. ഇനി ബിംസ്റ്റെക്കിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്
ഇവരുടെ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ബിംസ്റ്റെക് ഫ്രീ ട്രേഡ് ഏരിയ ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് എന്നുള്ളത്. അത് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇത് ഈ ബിംസ്റ്റെക്കിന്റെ കീഴിൽ ഒരു ഫ്രീ ട്രേഡ് ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ആണിത്. പക്ഷേ ആ ഫ്രീ ട്രേഡ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊന്നും ഇപ്പോഴും കൺക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് ബിംസ്റ്റെക് കോസ്റ്റൽ ഷിപ്പിംഗ് എഗ്രിമെന്റ് ആണ്. ഇതും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് മിലെക്സ് ആണ്. മിലെക്സ് എന്ന് പറയുന്നത് 2018 ബിംസ്റ്റെക്കിന്റെ കീഴിൽ നടത്തിയിട്ടുള്ള ഒരു മൾട്ടിലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ്. മിലെക്സ് 18 എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ അതുപോലെ തന്നെ ബിംസ്റ്റെക് രാജ്യങ്ങൾക്കിടയിലുള്ള മാരിടൈം റിലേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിംസ്റ്റെക് കോൺക്ലേവ് ഓഫ് പോർട്സ് എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവും ബിംസ്റ്റെക് നടത്തുന്നുണ്ട്. ഈ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ബാൾട്ടിക് സീ ആണ്. സോ ബാൾട്ടിക് സീ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആമായിട്ട് കണക്കാക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് ബാൾട്ടിക് സീ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഏകദേശം കംപ്ലീറ്റ്ലി എൻസർക്കിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കര കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു വാട്ടർ ബോഡിയാണ്. വളരെ ചുരുക്കം ചില നാരോ പാസേജസ് മാത്രമേ ഒരു ഔട്ട്സൈഡ് ഓഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നതുള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ ഇത് അറ്റ്ലാന്റിക് ഓഷന്റെ ഒരു ആമാണ്. ഇനി ഈ ഒരു ബാൾട്ടിക് സീയുമായിട്ട് കോസ്റ്റ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോസ്റ്റ് ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഡെൻമാർക്ക്, സ്വീഡന്, ഫിൻലൻഡ്, റഷ്യ, അതുപോലെ തന്നെ ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ, അതുപോലെ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഈ പറയുന്ന ബാൾട്ടിക് സീയുമായിട്ട്, അതുപോലെ തന്നെ പോളണ്ട് എന്നീ രാജ്യങ്ങളാണ് ബാൾട്ടിക് സീയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ റഷ്യയുടെ കേസിലൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ബാൾട്ടിക് സീയുടെ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് കിടക്കുന്ന ഗൾഫ് ഓഫ് ഫിൻലൻഡ് എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ഗൾഫ് ഓഫ് ഫിൻലൻഡുമായിട്ടാണ് റഷ്യക്ക് ബാൾട്ടിക് സീയിൽ കോസ്റ്റ് ലൈൻ ഉള്ളത്. ഓക്കെ, പക്ഷെ അത് കൂടാതെ ഈ ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നീ പറയുന്ന രാജ്യങ്ങളുടെ അടുത്തായിട്ട് ഒരു കലിനിൻഗ്രാഡ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇത് റഷ്യയുടെ അതിർത്തി ഇവിടെയാണ് കിടക്കുന്നത്. ഈ കലിനിൻഗ്രാഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് റഷ്യയുടെ ഒരു എക്സ്ക്ലേവ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് റഷ്യയുടെ പുറത്ത് എന്നാൽ റഷ്യയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു ടെറിട്ടറിയാണ് ഈ കലിനിൻഗ്രാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിനിൻഗ്രാഡിനും ബാൾട്ടിക് സീയുമായിട്ട് അതിർത്തി ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ കലിനിൻഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലം ഒന്ന് ഓർത്തിരിക്കുക. ഇടയ്ക്ക് ന്യൂസിൽ വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബാൾട്ടിക് സീനെ ജിയോഗ്രഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ പല പേരുകൾ അല്ലെങ്കിൽ പല രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിനെ ഒരു ഷെൽഫ് സീ എന്നും മാർജിനൽ സീ എന്നും ഇൻലൻഡ് സീ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഷെൽഫ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ നമ്മൾ കോണ്ടിനെന്റൽ ഷെൽഫ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ഷെൽഫ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കോണ്ടിനെന്റൽ ഷെൽഫ് സബ്മേർജ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ സബ്മേർജ്ഡ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ ഷെൽഫിൽ വരുന്ന വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ സീ ആണ് ഷെൽഫ് സീ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷെൽഫ് സീയുടെ ഡെപ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു കേസാണ് മാർജിനൽ സീ എന്ന് പറയുന്നത്. മാർജിനൽ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഷെൽഫ് സീക്കൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മാർജിനൽ സീ. മാർജിനൽ സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാലോ വാട്ടർ ബോഡീസ് ആണ്. പക്ഷേ ഈ കോണ്ടിനെൻസിൻ്റെ എഡ്ജസിലോ അല്ലെങ്കിൽ മാർജിൻസിലോ ഒക്കെ ഉള്ള വളരെ ഷാലോ ആയിട്ടുള്ള വാട്ടർ ബോഡീസിനെയാണ് മാർജിനൽ സീ എന്ന് വിളിക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ അറേബ്യൻ സീ, അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ, ബാൾട്ടിക് സീ, അതുപോലെ ബെറിങ് സീ, ബ്ലാക്ക് സീ, ഇതിനെയൊക്കെ കണക്കാക്കാറുള്ളത് മാർജിനൽ സീ ആയിട്ടാണ്. ഓക്കെ, ഇനി മറ്റൊരു ഈ ബാൾട്ടിക് സീനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇതൊരു ഇൻലൻഡ് സീ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇൻലൻഡ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വാട്ടർ ബോഡീസിനെയാണ് ഇൻലൻഡ് സീ ആയിട്ട് കണക്കാക്കാറുള്ളത്. ഇപ്പോൾ ബേസിക്കലി ബ്ലാക്ക് സീ ഒക്കെ ഒരു ഇൻലൻഡ് സീ ആണ്, അതുപോലെ കാസ്പിയൻ സീ ഇൻലൻഡ് സീ ആണ്, ബാൾട്ടിക് സീയും ഇൻലൻഡ് സീ ആണ്. പക്ഷേ ബാൾട്ടിക് സീക്ക് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് വാട്ടർ വഴിയുള്ള കണക്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പക്ഷേ അതൊരു ഇൻലൻഡ് സീ ആണ്, കാരണം നിയർലി ഇത് സറൗണ്ടഡ് ആണ് എന്നുള്ളതുകൊണ്ട്. ഇനി ബാൾട്ടിക് സീനെ അറ്റ്ലാന്റിക് ഓഷന് മറ്റുള്ള ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില സ്ട്രൈറ്റുകളുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. ഈ ബാൾട്ടിക് സീനെ നോർത്ത് സീയുമായിട്ട്, അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമായിട്ടുള്ള നോർത്ത് സീ, ഇതാണ് നോർത്ത് സീ എന്ന് പറയുന്നത്. ഈ നോർത്ത് സീ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു 3 വാട്ടർ ബോഡീസ് ആണ്. ഓക്കെ, അതായത് ബാൾട്ടിക് സീനെ ഡാനിഷ് സ്ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു കടലെടുക്കുന്നുണ്ട്. ഈ ഡാനിഷ് സ്ട്രൈറ്റ് വഴി ബാൾട്ടിക് സീ ഒരു കട്ടേഗട്ട് എന്ന് പറയുന്ന സ്വീഡന്റെയും നോർവേയുടെയൊക്കെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഈ കട്ടേഗട്ട് എന്ന് പറയുന്നത് ഒരു സീ ആണ്. കട്ടേഗട്ട് സീ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഈ കട്ടേഗട്ട് സീനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു സ്കാഗർക്ക് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രൈറ്റ് ഉണ്ട്. ഈ സ്കാഗർക്ക് സ്ട്രൈറ്റ് ആണ് നോർത്ത് സീയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് നോർത്ത് സീയുമായിട്ട് ബാൾട്ടിക് സീയുടെ കണക്ഷൻ വരുന്നത്. ഇനി അതുപോലെ തന്നെ ബാൾട്ടിക് സീനെ മറ്റു വാട്ടർ ബോഡീസുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 മാൻമെയ്ഡ് കനാലുകൾ
കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ഒന്നാണ് വൈറ്റ് സീ ബാൾട്ടിക് സീ കനാൽ എന്ന് പറയുന്നത്. ഈ ഗൾഫ് ഓഫ് ഫിൻലൻഡിൽ നിന്ന് ബാൾട്ടിക് സീനെ ആർട്ടിക് സീയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള വൈറ്റ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന റഷ്യ വഴിയുള്ള ഒരു കനാലാണ് വൈറ്റ് സീ ബാൾട്ടിക് കനാൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ബാൾട്ടിക് സീനെ നോർത്ത് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ജർമ്മനിയിലൂടെയുള്ള ഒരു ഫ്രഷ് വാട്ടർ കനാലുണ്ട്. അതിൻ്റെ പേരാണ് കിയൽ കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാൾട്ടിക് സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കനാലുകളും അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് എന്ന് മനസ്സിലാക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.